അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. നമ്മൾ ശരിയ ടുഡേസ് വേൾഡ് എന്നുള്ള ഒരു ഭാഗമായിരുന്നു എടുത്തത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് നമ്മളെ സൊഫാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ക്ലിയർ ആയിട്ടില്ല പറഞ്ഞാൽ കുറേ കട്ടിങ്സും മറ്റൊക്കെ വന്നിക്കണ്, ബ്രേക്കൊക്കെ വന്നിക്കണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ശരിയ ടുഡേസ് വേൾഡ് റിന്യൂവിങ് ഇസ്ലാമിക് ഡിസ്കോഴ്സസ് അല്ലേ, ഇസ്ലാമിക് സബ്ജക്റ്റുകളുടെ തജ്ദീദ് അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓതറുടെ ബയോഗ്രഫി ഉണ്ട്. ഹാത്തിം അൽ ഹാജ് എസ് എ PhD കമ്പാരിറ്റീവ് ഫിഖ് ഫ്രം അൽ ജിനാൻ യൂണിവേഴ്സിറ്റി. ഫിഖുൽ മുഖാറനയിൽ എന്താക്കിയാലാണ് കമ്പാരിറ്റീവ് ഫിഖിലൊക്കെ PhD എടുത്ത ആളാണ്. ഹീസ് എ പീഡിട്രിഷ്യൻ, ഫോമർ ഡീൻ ഓഫ് ദി കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് അറ്റ് മിഷ്ക യൂണിവേഴ്സിറ്റി അല്ലേ. മിഷ്ക യൂണിവേഴ്സിറ്റി ഒരു പീഡിട്രിഷ്യനാണ് അല്ലേ. ഓക്കെ, ആൻഡ് മെമ്പർ ഓഫ് ദി പെർമനൻറ്റ് ഫത്വ കമ്മിറ്റി ഓഫ് ദി അസംബ്ലി ഓഫ് ദി മുസ്ലിം ജൂറിസ്റ്റ് ഓഫ് അമേരിക്ക. മുസ്ലിം ജൂറിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫത്വ കമ്മിറ്റിയിലെ അദ്ദേഹം സ്ഥിരം മെമ്പറാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു പീഡിട്രിഷ്യൻ ആണല്ലോ, ശിശുരോഗ വിദഗ്ധനൊക്കെ ആണല്ലോ ആൾ. ഡിസ്ക്ലൈമർ, വ്യൂസ്, ഒപ്പീനിയൻസ്, ഫൈൻഡിങ്സ് ഒക്കെ സ്വന്തം അഭിപ്രായമാണ്, നമ്മളെ അഭിപ്രായമല്ല എന്നൊക്കെ പറയാം. ഇനി ഇൻട്രൊഡക്ഷൻ. റിന്യൂവൽ ഓഫ് ദി റിലീജിയസ് ഡിസ്കോഴ്സ് ഇൻ ഇസ്ലാം തജ്ദീദ് ഹാസ് ടേക്കൺ സെൻട്രൽ സ്റ്റേജ് ഡ്യൂ ടു ദി ടെർമോയിൽ ഓഫ് ഇൻ മുസ്ലിം ലാൻഡ് നൗഡേയ്സ് അല്ലേ. മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു സെൻട്രൽ എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഈ തജ്ദീദുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളത്. അതിൻ്റെ ഒരു തജ്ദീദുമായി ബന്ധപ്പെട്ട് അതിനൊരു കാരണം പറയാം. വൈൽ ദി കൺസെപ്റ്റ് ഓഫ് തജ്ദീദ് ഇസ് ലെജിറ്റിമേറ്റ് അല്ലേ. തജ്ദീദ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇസ്ലാമിൽ നിയമാനുസൃതമാണ്, നിയമപരമാണ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഉസൂലിയായ കാര്യങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ ഫുറൂഇയായ അല്ലെ, ശാഖാപരമായ കാര്യങ്ങൾ ചില മാറ്റങ്ങളാകാവുന്നതാണ്. ഓക്കെ, അതാണ് ലെജിറ്റിമേറ്റ് ആണ്, നിയമപരമാണ്. ദ ഇംപ്ലിക്കേഷൻ that religious discourse is the root cause of the many problems from the which Muslim majority countries suffer is unfair അല്ലേ. അതായത് അപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ തജ്ദീദ് ഇല്ലാത്തതാണ് എന്നൊന്നും പറയാം. മുസ്ലിം മെജോറിറ്റി രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ തജ്ദീദ് ഇല്ലാത്തത് മാത്രമാണെന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഇറ്റ് ഡെലിബറേറ്റ്ലി ഓവർലുക്സ് എ myriad of factors leading to those problems which if examined would show that this harm are partly self-inflicted and partly inflicted on Muslim by others അല്ലേ. പല പ്രശ്നങ്ങളുടെയും കാരണം, അധിക പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്, ഒന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ പുറത്തുനിന്ന് ഉള്ള, അതായത് ഓറിയൻ്റലിസ്റ്റുകളും അല്ലെങ്കിൽ തന്നെയുള്ള ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. However, it would also be unreasonable to claim that the contemporary religious course is completely free of any guilt അല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഇസ്ലാമിക് ഡിസ്കോഴ്സുകളൊന്നും ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണാർത്ഥത്തിൽ സെറ്റപ്പാണ്, പൂർണ്ണാർത്ഥത്തിൽ ഒരു വിഷയമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. First, let me state here that is only aspect of any Muslims who believes that performance. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് എല്ലാ മുസ്ലിമീങ്ങളും എന്താ പറയുന്നത്, എക്സ്പെക്റ്റഡ് ഓഫ് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന റെവലേഷൻ വഹയി ഉണ്ടല്ലോ, ആ വഹയി ഫ്രം ഗോഡ് ടു സബ്മിറ്റ് ദ റെവലേഷൻ ആൻഡ് അക്നോളജ് ഈസ് ഇൻഫാലിബിലിറ്റി അല്ലേ. ഒരിക്കലും മിസ്റ്റേക്ക് പറ്റാത്ത സാധനമാണ് അല്ലേ, മിസ്റ്റേക്ക് പറ്റാത്ത സാധനമാണ് ഈ വഹയി എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ വഹയി വന്നിക്കണം. ഇപ്പോൾ പുറത്തൊരു ഖുറാൻ്റെ ട്രാൻസ്ലേഷൻ കണ്ടല്ലോ, മുസ്തഫ മൗലവി എന്നിട്ട് പറയുന്ന നരബലി ഉളഹയ്യത്ത് അല്ലെങ്കിൽ അതുപോലത്തെ ഇതിനൊക്കെ എതിർക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് പറയുന്നത് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ബലികൾ പോലത്തെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നല്ല, ഇസ്ലാം അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ
നല്ല മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് വഹയ്ക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ റസൂലുള്ളാഹിക്ക് വന്ന സാധനത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഇത് ട്രൂത്തായിരിക്കും, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ ആഫ്റ്റർ ഓൾ ഗോഡ് ഈസ് എബോവ് എനി എറർ, അല്ലേ? ദൈവത്തിന് അള്ളാഹുവിന് ഒരു പ്രശ്നവും മിസ്റ്റേക്കും പറ്റൂല എന്ന് നമുക്കറിയാം. Or the religious discourse that is subject to discussion in the part human product that should be not conflicted, the revelation itself not treated as sacred, അല്ലേ? പറയുന്നത് വെച്ചാൽ വഹീ തന്നെ നമുക്ക് എന്ത് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ തന്നെ നമുക്ക് ചില ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, ഞങ്ങളോട് പറഞ്ഞ മാതിരി അൻസൽനായിലേക്ക് ദിക്റ, അല്ലേ? ഖുർആൻ ഇറക്കിയിരിക്കുന്നു ഇത് ബയ്യിനലിന്നാസ്, റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കണം. പിന്നെ വല്ല അല്ലഹും യതഫക്കറൂൻ, ആളുകൾ ചിന്തിക്കും വേണം. മനസ്സിലായി? അപ്പോൾ മനുഷ്യൻ്റെ ചിന്താ സ്വാതന്ത്ര്യത്തെ ഡിസ്കഷനുള്ള ഒരു ഓപ്ഷൻ കൂടി വഹി നൽകുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ, അല്ലേ, ചിന്തിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലെ തജ്ദീദ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഖുർആൻ അനുവദിച്ച ആ സാധനം മനുഷ്യന് ഉപയോഗപ്പെടുത്തണം. അത് ഒരുപാട് ഇഷ്യൂസിന് പരിഹാരമാവും എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻഫാലിബിലിറ്റി ഈസ് ദ ക്യാരക്ടേഴ്സ് ഓൺലി ഓഫ് ദി എക്സ്പ്ലിസിറ്റ് ടെക്സ്റ്റ് ഓഫ് റെവലേഷൻ, അല്ലേ? ആൻഡ് ബോൺഫൈഡ് എക്സ്പ്ലിസിറ്റ് സ്കോളറി കൺസെൻസസ്. ഇപ്പോൾ ഒരു മിസ്റ്റേക്കും പറ്റൂല, ഒരു തെറ്റും പറ്റൂല എന്ന് പറയുന്നത് ആർക്കാണ്? 40 പണ്ഡിതന്മാർക്കല്ല, മറിച്ച് ഖുർആനിനും സുന്നത്തിനും വേണ്ടി മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇജ്മാ ആയ കാര്യങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ നാട്ടിൽപ്പെട്ട എല്ലാ കാലഘട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം അല്ല ഇജ്മാ, ഇത് മാത്രമേ എന്താവുള്ളൂ, മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ടെക്സ്റ്റ് മേ ബി ഫാർ ഫ്രം വാട്ട് ഈസ് ഇൻറ്റൻറ്റഡ്, അല്ലേ? ഇതിൽ പറയണത് നമ്മൾ പോയിട്ട് ഖുർആൻ നേരെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യങ്ങളോട് എല്ലാ അർത്ഥത്തിലും അകലമാനിക്കുന്നതായിരിക്കും. ഒരർത്ഥത്തിലും യാഥാർത്ഥ്യങ്ങളോട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളിപ്പം പോയി നോക്കിയാൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഇസ്മത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മളെ പ്രശ്നമാണത്. അവർ അണ്ടർസ്റ്റാൻഡിങ്, for example, our misunderstanding of some of our religious teachings may be contributing to the lack of righteous governance and high level of corruption in the vast majority of Muslim countries. ഇതിൽ ഉദാഹരണം പറയുന്നത് നമ്മുടെ റിലീജിയസ് ടീച്ചിങ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അല്ലെ, തെറ്റായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ അതായത് ലാക്ക് ഓഫ് റൈറ്റസ് ഗവേണൻസ്, നല്ലൊരു ഭരണകൂടം വരാത്തൊരവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട്. ഹൈ ലെവൽ ഓഫ് കറപ്ഷൻ, ഭയങ്കരമായിട്ടുള്ള അഴിമതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവർ പറഞ്ഞ മാതിരി ഖിലാഫത്ത് പറഞ്ഞ ഇസ്ലാമിക ഖിലാഫത്തേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഖിലാഫത്ത് ഒരു രീതിയാണ്. അപ്പോൾ ഖിലാഫത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പം? പിൽക്കാലത്ത് ഒരു ഭരണകൂടം വരികയാണെങ്കിൽ അവർ കാലാകാലം മോഡിനെ പിണറായിനെ കാലാകാലവും അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം വി.ഡി. സതീശൻ്റെയോ അല്ലെങ്കിൽ ചെന്നിത്തലിൻ്റെയോ കുഞ്ഞാലിക്കുട്ടീൻ്റെ നേതൃത്വത്തിലൊക്കെ ഒരു ഭരണകൂടം വരുന്നല്ലേ പ്രതീക്ഷ, മനസ്സിലായില്ലേ? അപ്പോൾ ഖിലാഫത്ത് എന്ന് പറയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾക്ക് എങ്ങനെയും സഞ്ചരിക്കാം, കാരണം ഓരോ ഭരണം നഷ്ടപ്പെടില്ലല്ലോ. അതോടൊപ്പം തന്നെ ഓൾക്ക് എങ്ങനെയും കറപ്റ്റ് ചെയ്യാം, എങ്ങനെയും അഴിമതി നടത്താം, ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നിടത്താണ് അങ്ങനത്തെ വിഷയങ്ങൾ വരുന്നത്. ഇസ്ലാമിക പല രാജ്യങ്ങളിലും ഈ രാജഭരണകൂടം ഉണ്ടാവുകയും അവർക്ക് തോന്നിയ പോലെ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷമുണ്ട്. അതൊക്കെ ഇസ്ലാമിക് ടീച്ചിങ്സിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇഫ് അവർ സമ്മൺ ക്ലെയിം ദാറ്റ് ഇസ്ലാം ഇറ്റ്സെൽഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് സിറ്റുവേഷൻ, പലരും പറയുകയാണ് ഇസ്ലാം എന്താണ്, അല്ലെങ്കിൽ പലരും വിശ്വസിക്കുന്നത് ഇസ്ലാമാണ് ഇതിൻ്റെ ഈ ഒരു തെറ്റുകളുടെയൊക്കെ മൂല കാരണം. ഇസ്ലാമാണോ? അല്ല, ഇസ്ലാമിൻ്റെ ടീച്ചിങ്സ് തെറ്റായി മനസ്സിലാക്കിയതാണ് പ്രശ്നം. Okay, if however someone claimed then the simple answer is that contemporary Muslim generation are not better Muslim than the companion of the Muslims who are successful in establishing righteous governance, അല്ലേ? ഇതിൽ പറയുകയാണെന്ത്, അവരോടുള്ള മറുപടി എന്താണ്? ഈ കാലഘട്ടത്തിനേക്കാൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്. അവർ റൈറ്റസ് ഗവേണൻസിൻ്റെ വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഖിലാഫത്ത് ഏറ്റവും സെറ്റപ്പായി നടക്കും. കാരണം ഖുലഫാ റാഷിദീങ്ങൾ അത് ഭംഗിയായി നടത്തിയിട്ടുണ്ട്. പിൽക്കാലത്തുള്ള ആളുകൾക്ക് നടന്നിട്ടില്ല എന്നത് അവരുടെ പ്രശ്നമാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ ഖിലാഫത്തിൻ്റെ കാലത്ത് തന്നെ ആ പ്രശ്നം ഉണ്ടാവേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കൊളംബിയ ഹിസ്റ്ററി ഓഫ് വേൾഡ് നോട്ട്സിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകൂടം, ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലെ ബ്യൂറോക്രസി അറിയാലോ, ഡെമോക്രസിയുടെ 4 ഭാഗങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി പറഞ്ഞാൽ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന എല്ലാവരും ബ്യൂറോക്രസിൻ്റെ ഭാഗമായിട്ട് വരും. പ്രസിഡന്റ് മുതൽ പ്രൈം മിനിസ്റ്റർ മുതൽ മിനിസ്റ്റേഴ്സ് മുതൽ ചീഫ് മിനിസ്റ്റേഴ്സ് മുതൽ സാധാരണ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് വരെ അതിൽ പെടും.
അപ്പോൾ ഏറ്റവും നല്ല ഗവേണൻസ് ആയിട്ട് വരുന്നത് റോമൻ എംപയറിനേക്കാളും മുസ്ലിം റൂളിൽ ഉണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകൂടമാണെന്ന് കൊളംബിയ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് നോട്ട്സിൽ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, നമുക്കിവിടെ നിർത്താം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.